ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാലിനി ദേവികയോട് നിരഞ്ജനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുകയാണ്. പല ആളുകളും പുറമേ സന്തോഷം കാണിക്കുമെങ്കിലും അവരുടെ മനസ്സിൽ അവർ ദുഃഖിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ആളാണ് നിരഞ്ജൻ ഡോക്ടറും. അത് കേട്ടപ്പോൾ ഇതെന്താ മാലിനി ചേച്ചി ഇങ്ങനെ പറയുന്നത്, അപ്പോൾ നിരഞ്ജൻ ഡോക്ടർക്ക് എന്ത് വിഷമമാണ് ഉള്ളത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദേവിക ഇരിക്കുന്നത്. അപ്പോഴാണ് നിരഞ്ജൻ്റെ കോള് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് മാലിനി നിരഞ്ജനെ കുറിച്ചുള്ള കാര്യം പറയാൻ ഒരുങ്ങുമ്പോൾ അത് നിർത്തുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ വരാം ദേവിക, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, ഞാനതിന് പുറമേ ഉള്ള ആളൊന്നുമല്ലല്ലോ ചേച്ചി, ചേച്ചിക്ക് എന്താ ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? അങ്ങനെയല്ല ദേവിക, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ആ കോൾ എടുക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ മാലിനി തിരിച്ച് നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷേ സംസാരമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ നിരഞ്ജൻ്റെ ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ മാലിനി വീണ്ടും ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവിക ചോദിക്കുകയാണ്, അല്ല ആ പഴയ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഫോണിൽ. അതെ, ആ നല്ല ആയുസാണല്ലോ കക്ഷിക്ക്, നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ കോള് വന്നത്. അപ്പോൾ മാലിനി പറയണേ, എന്ത് ആയുസ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ദേവിക, മറ്റെന്തെങ്കിലും സംസാരിക്കാം. അപ്പോൾ ദേവിക പറയണേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ചേച്ചിക്ക് അറിയുമോ? അതിലൊരു പങ്ക് അവർക്കുമുണ്ട്. എനിക്ക് മനസ്സിലായില്ലല്ലോ ദേവിക. അതെ ചേച്ചി, നിരഞ്ജനും അക്ഷരയും പോയിക്കൊണ്ടിരിക്കുന്ന കാറിടിച്ചാണ് സുധിയേട്ടൻ ഇല്ലാതായത്. ഇങ്ങനെയാണ് സുധിയേട്ടൻ മരിച്ചത് എന്നാണ് ഇതുവരെയും അവരും വിശ്വസിച്ചിരുന്നത്, ഞാനും വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ പ്രതി കയറി വന്നിട്ടുണ്ട്, പക്ഷേ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പുതിയ പ്രതിയാണ് എല്ലാം ചെയ്തത് എന്ന് സംശയമില്ലാതെ തെളിയിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് പഴയ പ്രതികളെ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു കഥ കൂടി ഇതിന്റെ പിന്നിലുണ്ടല്ലേ. നമ്മളപ്പോൾ തുല്യ ദുഃഖിതരാണല്ലോ ദേവിക. അച്ഛനായിട്ട് എൻ്റെ ജീവിതം തകർത്തു, മകളായിട്ട് ദേവികയുടെ ജീവിതവും തകർത്തു. ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ അക്ഷരോട് അങ്ങനെ സഹതാപം തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. അപ്പോൾ ദേവിക പറയണേ, എനിക്ക് അവരോട് അതിന് വെറുപ്പൊന്നുമില്ല, എന്നാൽ അവരോട് ഇല്ല. പക്ഷേ അവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാലിനി പറയണേ, നിന്റെ അത്ര ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ എന്തിനു ക്ഷമിക്കണം? എല്ലാവർക്കും എല്ലാം കിട്ടി, പക്ഷെ എനിക്കോ? അപ്പോൾ ദേവിക പറയണേ, വിധിയെന്ന ഒരു സംഭവം കൂടി ഉണ്ട് ചേച്ചി, അതുപോലെയല്ലേ സംഭവിക്കൂ ചേച്ചി. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവിക. കാരണം നമുക്കൊരു തോൽവി വരുമ്പോൾ നമ്മൾ വിധിയെ പഴിക്കും, പക്ഷേ നമ്മൾ ജയിച്ചാൽ ആ വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ അവർ സംസാരിക്കുമ്പോഴത്തേക്കും നിരഞ്ജൻ്റെ കോള് വരികയാണ്. അപ്പോൾ നിരഞ്ജൻ്റെ കോള് കണ്ടപ്പോൾ നിരഞ്ജനാണ് എന്ന് പറയുമ്പോൾ ദേവിക പറയണ, ഞാൻ ഊഹിച്ചു. എന്നിട്ട് ദേവികയുടെ മുന്നിൽ വെച്ച് തന്നെ മാലിനി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ ബന്ധുവാണ്, നിരഞ്ജന അറിയാമായിരിക്കും. ആ ദേവികയല്ലേ? അപ്പോൾ അതെ, ഞാനിപ്പോൾ ദേവിക എന്നോട് ചോദിച്ചതേ ഉള്ളൂ നിരഞ്ജനും ഞാനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച്, പക്ഷേ ഞാൻ നിഷേധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് നിരഞ്ജൻ അത് എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് നിഷേധിക്കാൻ തോന്നിയില്ല. നിരഞ്ജൻ പറയണേ, ഞാൻ എന്തായാലും ദേവിക പോയിട്ട് ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ ഒരുങ്ങാൻ കേട്ടോ. എന്നിട്ട് നിരഞ്ജൻ പറയണേ, എൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ദേവികയോട് പറയരുത്. ഇല്ല, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞാണ് മാലിനി ഫോൺ വയ്ക്കുന്നത്. എന്നിട്ട് മാലിനി ദേവികയോട് പറയണേ, ഒരു രഹസ്യവും നിന്നോട് പറയരുത് എന്നാണ് നിരഞ്ജൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവികയുടെ മുഖം ഒരു സങ്കടം പോലെ വരികയാണ് കേട്ടോ. ഇവർ തമ്മിലുള്ള അടുപ്പം ദേവികയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിലുണ്ട്. അപ്പോൾ മാലിനിക്കും അത് മനസ്സിലാവാണ്. അങ്ങനെ ദേവിക പറയണേ, ആദ്യമൊന്നും അക്ഷരയ്ക്ക് നിരഞ്ജൻ ഡോക്ടറെ ഇഷ്ടമില്ലായിരുന്നു, പിന്നെയാണ് അവർ തമ്മിൽ അടുത്തത്, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു പതർച്ചയോടുകൂടി ദേവിക പറയുമ്പോൾ, എന്താ ദേവിക? അല്ല ചേച്ചി കാരണം ആരുടെയും ജീവിതം തകരരുത്. ദേവിക അങ്ങനെ പറഞ്ഞപ്പോൾ മാലിനിക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ മാലിനി ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നാണോ ദേവിക നീ കരുതിയിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ചേച്ചി. പക്ഷേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ച് ഓർത്ത് ചേച്ചി ഇതുവരെയും കല്യാണം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന അധികം പേരൊന്നും ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ചേച്ചി അങ്ങനെ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് എനിക്ക് പേടി. ഇടത്തെ കാമകൻ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പരാതി ചേച്ചിയെക്കുറിച്ച് എനിക്ക് ഒരിക്കലും കേൾക്കാൻ ഇടവരരുത്. അപ്പോൾ മാലിനി പറഞ്ഞു, ഇല്ല ദേവിക, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഒരിക്കലും നീ കേൾക്കേണ്ടി വരില്ല. എന്നെക്കുറിച്ച് അത്രയ്ക്ക് മോശമായിട്ടാണോ കരുതിയിരിക്കുന്നത്? ഇല്ല ചേച്ചി, ഒരിക്കലും ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. പക്ഷേ ആർക്കും ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട് പറയാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കരുത്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ദേവിക. ആളുകളുടെ വാ മൂടിക്കെട്ടാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അല്ല, അക്ഷരയും നിരഞ്ജൻ ഡോക്ടറും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞത്. ചേച്ചിയായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല ദേവിക, ഒരിക്കലും
ഒരിക്കലും ഞാൻ കാരണം ദേവിക ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ ഒരു വാക്ക് മതി ചേച്ചി എനിക്ക് എന്ന് പറഞ്ഞ് ദേവിക പോകുന്ന സമയത്ത്, അല്ല നീയൊന്നും കുടിക്കുകയും കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിനക്കത് കൂടി ചെയ്തിട്ട് പോയാൽ പോരെ, വേണ്ട ഇനിയും വരാമല്ലോ ചേച്ചിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ദേവിക പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നിരഞ്ജൻ അവിടേക്ക് വരികയാണ്. ദേവിക പോയി കഴിഞ്ഞ ശേഷം, അതാ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്നെക്കുറിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ സഹോദരിമാർ തമ്മിലുള്ള സംസാരം അതിൽ നിരഞ്ജൻ കൂടി ഉൾപ്പെട്ടു. ദേവിക എന്നെ മോശമായിട്ടാവൂലേ കണ്ടിട്ടുണ്ടാവുക. അല്ലി പറയണ അങ്ങനെയല്ല, ഈ സമൂഹം മുഴുവനും ഒരിക്കലും ആണിനെയല്ല മോശക്കാരനായിട്ട് കാണുക, പെണ്ണിനെയാണ് കാണുക. അവർക്കാവും എല്ലാ കുറ്റവും. ഞാനിപ്പോൾ എല്ലാവർക്കും മുന്നിൽ നിരഞ്ജനെ തട്ടിയെടുക്കാൻ വേണ്ടി വന്ന അസത്ത് പെണ്ണായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. നിരഞ്ജൻ പറയണ അങ്ങനെയാണെങ്കിൽ മാലിനി ഇവിടേക്ക് വരാതിരുന്നാൽ പോരെ. അതിനൊന്നും ഒരു ആവശ്യവുമില്ല, എനിക്കങ്ങനെ ആരുടെയും വായ മൂടിക്കെട്ടണമെന്ന് ഒരു ആഗ്രഹവുമില്ല. ഇപ്പോൾ നിരഞ്ജൻ എന്ത് സംഭവിച്ചാലും എല്ലാവരും എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുകയുള്ളൂ, അതൊന്നും എനിക്കൊരു വിഷയവുമില്ല. അപ്പോൾ നിരഞ്ജൻ പറയണേ, ഞാൻ എപ്പോഴും മാലിനി നിന്നോടൊപ്പം ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. മാലിനിയോടൊപ്പം എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മാലിനി പറയണേ, എനിക്കിത് മാത്രം മതി, പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങ് വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാലിനി ഇതിനുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. ഈ സമയം സ്വാമിയും തങ്കച്ചിയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ദേവികയുടെ വീട്ടിൽ പോയി ജയശങ്കർ സംസാരിച്ചതും ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ തങ്കച്ചിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അവർ തമ്മിൽ അടി തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ, അതെ ദേവിക തിരിച്ചും ഇവിടേക്ക് വന്നു, എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ തങ്കച്ചി, എൻ്റെ സംശയം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന ആദ്യം മുന്നിട്ട് നിൽക്കുക നിരഞ്ജൻ ഡോക്ടറാണ്, എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിൽക്കാറുള്ളത് നിരഞ്ജൻ ഡോക്ടറാണ്. പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ട് നിരഞ്ജൻ ഡോക്ടർ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതാണ് എൻ്റെ സംശയം. അപ്പോൾ തങ്കച്ചി പറയണ, അതിലിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു, മാലിനിയും നിരഞ്ജനും തമ്മിൽ അടുപ്പത്തിലല്ലേ. സ്വാമി പറയണ, അതൊന്നുമല്ല, മറ്റെന്തോ ഒരു പ്രശ്നമാണ്, അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് പ്രശ്നം? അതൊന്നുമല്ല. അല്ല, നിരഞ്ജൻ ഡോക്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ അങ്ങ് കമിഴ്ന്നു വീഴുന്ന ആളൊന്നുമല്ല, എന്നെപ്പോലെ കുറച്ച് സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ തങ്കച്ചി പറയണ, അങ്ങനെയല്ല, നിരഞ്ജനിപ്പോൾ അക്ഷരയെ വെറുത്ത് കാണും, കാരണം എത്രയായാലും അന്യൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നവനല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹക്കുറവ് എന്തായാലും ഉണ്ടാകുമല്ലോ, അതായിരിക്കും. അങ്ങനെയല്ല, മാലിനിയേക്കാളും എന്തുകൊണ്ടും നല്ലത് അക്ഷര തന്നെയല്ലേ. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല, എനിക്കെന്തായാലും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം, എന്നിട്ട് ആ വീട് എനിക്ക് സ്വന്തമാക്കണം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതും ജയശങ്കർ എനിക്ക് ആ വീട് തരണം, അതാണ് എനിക്ക് ഉദ്ദേശം, എൻ്റെ ഉദ്ദേശം. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഓരോ കളികളും കളിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സ്വാമിയുടെ കണ്ണുകളൊന്നും കേട്ടോ, എനിക്കും ആ വീട് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള ഭാവത്തിൽ, ഒരിക്കലും തങ്കച്ചി നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്വാമി കള്ളത്തരത്തോടു കൂടി തങ്കച്ചിയോടൊപ്പം നിൽക്കുന്നത്. പിന്നീട് ദേവിക വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ജയശങ്കറിനോട് സംസാരിച്ചു, ഇനി ഒരിക്കലും അവരൊരു പരാതിയുമായി ഇവിടേക്ക് വരില്ല. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അക്ഷരയുടെ കുടുംബം, ഒരു പെണ്ണിൻ്റെ കുടുംബം നശിപ്പിക്കുന്നത് അതൊരിക്കലും നിൻ്റെ ചേച്ചിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല, അവരൊക്കെ നശിച്ച് നാറാണക്കല്ലെടുക്കും. എൻ്റെ ചേച്ചി അത്രക്കാരിയല്ല. നിനക്കറിയാലോ നിൻ്റെ ചേച്ചിയെക്കുറിച്ചും നിന്നെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളെ കുടുംബം മൊത്തത്തിൽ എന്താണെന്നുള്ളത്. അപ്പം മനോഹരൻ പറയണേ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മ എപ്പോഴും ഇത് തന്നെയല്ലേ പറയാറുള്ളത്, ഇപ്പോൾ ഞങ്ങളൊക്കെ അത് തന്നെയല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഈ ശാപവാക്കുകളൊക്കെ കേട്ടിട്ട്, അതുകൊണ്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയട്ടെ. അങ്ങനെ മനോഹരൻ മുത്തശ്ശിയുടെ വായ അടപ്പിക്കുകയാണ്. എന്നിട്ട് ശരത്ത് വന്നതിനെക്കുറിച്ച് പറയുകയാണ്. ശരത്തിൻ്റെ അമ്മയെ ഒരു മാസത്തെങ്കിലും ഇവിടെ താമസിപ്പിക്കണമെന്നാണ് ശരത്ത് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഞാനത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ദേവിക പറയുന്ന, അവൻ്റെ അമ്മയെ ഒരു മാസത്തിന് ഇവിടെ കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അവൻ്റെ അമ്മയെ കൊന്നുകളയാൻ എന്തോ ഒരു പേടിയുണ്ട്. അപ്പോൾ എന്തിനാണ് അവൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് ദേവിക അങ്ങ് പോവാട്ടോ. എന്നിട്ട് ശരത്തിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഓ ശരത്തിനോട് പറയണേ, എന്താണാവോ നീ അച്ഛനോട് പറഞ്ഞത്, നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നല്ലേ, എങ്കിൽ ഞാൻ അതിന് സമ്മതിക്കാം, പക്ഷേ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും ഒരു സഹായം ചെയ്യണമല്ലോ. എന്താണ് ദേവിക ഞാൻ ചെയ്യേണ്ടത്? എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം, എങ്കിൽ എൻ്റെ അമ്മയും കൂടി ഇവിടേക്ക് കൊണ്ടുവരണം. എന്ത് എനിക്ക് മനസ്സിലായില്ല. നിൻ്റെ അമ്മയോ? അതെ, നീ ഇത്ര പെട്ടെന്ന് മറന്നോ? എൻ്റെ അമ്മ പാർവതി അമ്മയെ, നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പാർവതി അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം. കാരണം ഞാനും പ്രിയയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നോക്കാൻ ആരുമില്ലല്ലോ, അത് പിന്നെ ഹോം നേഴ്സിനെ വെക്കാമല്ലോ. ഹോം നേഴ്സിനെ ഒന്നും വെക്കാൻ പറ്റില്ല, പക്ഷേ ഈ വീട്ടിലേക്ക് എൻ്റെ അമ്മയെ കൊണ്ടുവന്നാൽ മാത്രമാണ് നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കുകയുള്ളൂ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലോ, എങ്കിൽ മാത്രമാണ്
മാത്രമാണ് നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കും. അതോടുകൂടി ശരത്ത് പറയുന്നു, അതിന് പാർവതി അമ്മ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. എന്തിനാ ശരത്തെ നീ വെറുതെ കള്ളം പറയുന്നത്? നിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് എൻ്റെ അമ്മയുള്ളത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് ഞാൻ അതിന് സമ്മതിക്കൂ. കാരണം ഇവിടെ ഞാനും പ്രിയയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മുത്തശ്ശി മാത്രമാണുള്ളത്. മുത്തശ്ശിക്ക് എന്തായാലും നിൻ്റെ അമ്മയെ നോക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ശരത്ത് ആദ്യം പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം തന്നെ ഇവിടെയുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ എൻ്റെ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറുമെന്ന് കരുതിയാണ്. 1 മാസത്തിന് മാത്രം മതി എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരില്ല. അത് കഴിഞ്ഞാൽ ഞാനൊരു വാടക വീട് എടുത്തോളാം എന്ന് പറയുമ്പോൾ ദേവിക പറയേണ്ടത്, എങ്കിൽ ആ വാടക വീട് നിനക്ക് ഇപ്പോൾ തന്നെ എടുത്താൽ പോരെ. അതോടുകൂടി ശരത്ത് അങ്ങ് പെട്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ ശരത്തിൻ്റെ മുന്നിലേക്ക് ദേവിക ഈ ഡിമാൻഡ് വെച്ചതോടുകൂടി ശരത്തിന് പിന്നെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക പറയുകയാണ്, നിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ എൻ്റെ അമ്മ പാർവതി അമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞ് ദേവിക അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ പ്രിയോട് ഇക്കാര്യം പറയുകയാണ് ദേവിക. അപ്പോൾ പ്രിയ പറയണ, അലക്കി ചേച്ചി, അവൻ എന്തായാലും അമ്മയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേവിക പറയണ, ഇല്ല, ഒരിക്കലും എൻ്റെ ഈ ഡിമാൻഡ് അവൻ അംഗീകരിക്കില്ല. കാരണം അവൻ എന്തായാലും അമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഒരു നിമിഷം പോലും അവനെ അമ്മ ഇവിടെ വെച്ച് വാഴിക്കില്ല. അവനെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കുമെന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് അവൻ ഒരിക്കലും എൻ്റെ മുന്നിൽ ഈ ഒരു ഡിമാൻഡിന് അവൻ അംഗീകരിക്കില്ല. അവൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ചത് തന്നെ ഇവിടെ വെച്ച് അവൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ കുറ്റം എൻ്റെ തലയിൽ ഇടാൻ വേണ്ടിയാണ് അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ബുദ്ധിമാനായ ശരത്ത് എൻ്റെ ഡിമാൻഡ് ഒരിക്കലും അംഗീകരിക്കില്ല. എൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചാൽ പാർവതി അമ്മ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പാർവതി അമ്മ തന്നെ അവനെ ആട്ടി തല്ലി പുറത്താക്കുമെന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് അവൻ ഒരിക്കലും ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കില്ല. അവൻ മറ്റെന്തെങ്കിലും ഒരു വഴിയെടുക്കാനാണ് സാധ്യത. അതേ, ബുദ്ധിമാനായ ശരത്ത് ഒരിക്കലും എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് പ്രിയോട് ദേവിക പറയാൻ.